ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഞാനുള്ളത് ഫ്ലോറൻസിലാണ്. അപ്പോൾ ഫ്ലോറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് റിനൈസൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായൊരു സിറ്റിയാണ്. ആസ് യൂഷ്വൽ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് ഞാൻ ഈ ട്രിപ്പും സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ദ മൊമെന്റ് ഐ സോ ദ സിറ്റി ഐ ജസ്റ്റ് ഫെൽ ഇൻ ലവ്. മിലാനിന്ന് രാവിലത്തെ ട്രെയിനിലാണ് ഞാൻ ഫ്ലോറൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഉച്ചയൊക്കെ കഴിഞ്ഞു എത്താനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് സിറ്റിയിലൂടെ ഒക്കെ നടക്കാം, പിറ്റി പാലസും ബൊബോലി ഗാർഡനും ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന്. അപ്പം ഞാൻ ഇനീഷ്യലി വിചാരിച്ചത് ബൊബോലി ഗാർഡൻ ഇസ് ലൈക്ക് എ യൂഷ്വൽ ഗാർഡൻ. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അല്ലാതൊരു വലിയൊരു ഗാർഡനാണ്, നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. ബട്ട് ഈവനിങ് ആയതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയില്ല. സോ ഞാൻ സ്ട്രീറ്റ്സിലൂടെ നടക്കാൻ തുടങ്ങി. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, പോന്തെ വെക്കിയോ എന്നാണ് ആ ബ്രിഡ്ജിന്റെ പേര്. ഈ ബ്രിഡ്ജ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബ്രിഡ്ജ് ആണ്. ആൻഡ് ഈ സ്ട്രീറ്റ് ജ്വല്ലറീസിനൊക്കെ ഭയങ്കര ഫേമസ് ആണ്, ഈ ഗോൾഡ് ജ്വല്ലറീസ് ഒക്കെ. ആ ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് ഈ ബിൽഡിങ്സ് ഒക്കെ നോക്കിയിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാനവിടെ കുറേ സമയം സോൺ ഔട്ട് ആയിട്ട് ഈ ബിൽഡിങ്സും ബ്രിഡ്ജും ഒക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ഈസ്റ്റർ ഹോളിഡേയ്സിന്റെ സമയമായതുകൊണ്ട് തന്നെ സൂപ്പർ ക്രൗഡഡ് ആയിരുന്നു ഈ പ്ലേസ്. ഈ ഫ്ലോറൻസിൽ നമ്മൾ എന്തൊക്കെ വിസിറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് വരുന്നതാണ് ഈ ഫ്ലോറൻസ് കത്തീഡ്രൽ. ഇതെന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആണ്. ആൻഡ് ദിസ് കത്തീഡ്രൽ ഇസ് എ മാസ്റ്റർ പീസ് ഓഫ് റിനൈസൻസ് ആർക്കിടെക്ചർ. ഈസ്റ്ററിന്റെ അന്ന് ഞാനിത് വിസിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവിടെ പരേഡ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. സോ എനിക്കത് കാണാൻ പറ്റി. അങ്ങനെ ഞാൻ പരേഡ് ഒക്കെ കണ്ടിട്ട് പിന്നെ പോയത് പിയാസ ദെല്ല റിപ്പബ്ലിക്കയിലേക്കാണ്. സോ പിയാസ എന്ന് വെച്ചാൽ ഇറ്റാലിയനിൽ സ്ക്വയർ എന്നാണ് അർത്ഥം. സോ ഇതൊരു സിറ്റി സെൻറ്റർ, സിറ്റി സ്ക്വയർ പോലത്തെ ഒരു പ്ലേസ് ആണ്. എൻ്റെ പ്രൊനൗൺസിയേഷനിൽ ചില ഡിഫറൻസസ് കാണും കേട്ടോ. ഈ ഫ്ലോറൻസിൽ നമ്മളൊരു പെർട്ടിക്കുലർ സാധനം അല്ലെങ്കിൽ പെർട്ടിക്കുലർ അട്രാക്ഷൻ കാണുന്നതിനേക്കാളും ദ സിറ്റി ആസ് എ ഹോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം എല്ലാത്തിനും അതിൻ്റെതായൊരു ഭംഗിയുണ്ടായിരുന്നു. ഈ റിനൈസൻസ് പീരീഡ് ഒക്കെ സോഷ്യൽ സയൻസിൽ പണ്ട് ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഐ വിൽ കം ടു ദീസ് പ്ലേസസ് ആൻഡ് ഈ കാര്യങ്ങളൊക്കെ കാണും എന്നൊന്നും. പക്ഷേ നമ്മൾ ഈ പഠിച്ച സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണുമ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഇൻ ജനറൽ എനിക്ക് യൂറോപ്പിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇവർ ഈ സ്ട്രീറ്റ് ആണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും അതുപോലെ പ്രിസർവ് ചെയ്യും. ലൈക്ക് ഇപ്പം അത് പല ഷോപ്സ് ആയിട്ട് അവർ റീയൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല. ആൻഡ് ദാറ്റ് റിയലി ഗിവ്സ് എ ഫീൽ. ആ ഒരു സമയത്തുള്ള നല്ലൊരു ഫീൽ കിട്ടും നമുക്ക്. പിന്നീട് ഞാൻ പോയത് പിയാസ ദെല്ല സിഗ്നോറിയയിലാണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. ആൻഡ് ഈ സ്റ്റാച്യൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് അവർ ഓരോ സ്റ്റാച്യൂവും പണിതേക്കുന്നത്. എനിക്ക് തോന്നുന്നു വല്ല ഇൻസിഡൻസ് ബേസ്ഡ് ആയിരിക്കണം അവർ കുറേ സ്റ്റാച്യൂസൊക്കെ പണിതേക്കുന്നത്. കാരണം കുറേയൊക്കെ ഇങ്ങനെ ഒരാളെ കൊല്ലുന്നത്, കൈൻഡ് ഓഫ് ഒരു യുദ്ധം, അങ്ങനത്തെ ഒക്കെ ഒരു മോഡലാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ലൈക്ക് എനിക്ക് അത്ര ആർട്ടിസ്റ്റിക് ചിന്താഗതി ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല. എനിക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് അത്ര മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ എല്ലാം കണ്ടിരിക്കാൻ തന്നെ ഒരു വാവ് ഫീൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് തന്നെ ഒരു ലേഡി ഇതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. സോ വി വിൽ തിങ്ക് ദാറ്റ് അതൊരു സ്റ്റാച്യു ആണെന്ന്. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ പോകുമ്പം അവർ മൂവ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നോ, അത് ആക്ച്വലി ജീവനുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത്. ആൻഡ് ഇതാണ് ഉഫീസി ഗാലറി. എനിക്ക് ഇതിലൂടെ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടിക്കറ്റ് കിട്ടാത്ത കൊണ്ട് തന്നെ എനിക്ക് കയറാൻ പറ്റില്ല. കാരണം ടിക്കറ്റ് എല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഈസ്റ്റർ ടൈമാണ്, സൂപ്പർ ക്രൗഡഡ് ആയിരുന്നു ഇവിടെയൊക്കെ. പിന്നെ ഈ മ്യൂസിയത്തിലും ഗാലറീസിലൊക്കെ കൂടുതലും ഈ പറഞ്ഞ പോലത്തെ സ്റ്റാച്യൂസും കുറേ പെയിൻറ്റിങ്സ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണല്ലോ. പിന്നെ അത് മനസ്സിലാക്കാനുള്ള ഒരു ആർട്ടിസ്റ്റിക് ബുദ്ധി വേണം. അതെനിക്ക് വലുതായിട്ടില്ലാത്ത കൊണ്ട് എനിക്കതിൽ വലിയൊരു സങ്കടം തോന്നിയില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ചാൽ വത്തിക്കാൻ മ്യൂസിയം എന്തായാലും പോകണമെന്നായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ച് ഈ ദുവോമോ, ഈ കത്തഡ്രൽ സൈഡിലേക്ക് കൂടെ തന്നെ വന്നു. കാരണം ഞാൻ പറഞ്ഞു കത്തഡ്രൽ എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്, അതിന് പല പല സ്ഥലങ്ങളുണ്ട്. പക്ഷേ ലക്ലി അവിടെ പോയ സമയത്ത് ആ പള്ളിയുടെ ഡോറ് തുറന്നിരിക്കുന്ന സമയമായിരുന്നു. സോ എനിക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ പീപ്പിൻ ചെയ്യാൻ പറ്റി. ഫ്ലോറൻസിൽ വരുമ്പോൾ വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബ് ഷോർട്സ് ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ അവർ മെർക്കാത്തോ ചെന്ത്രാലെ മാർക്കറ്റാണ് ബേസിക്കലി, അങ്ങനെ എന്താണ് പ്രൊനൗൺസ് ചെയ്യുക, അതൊരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആയിട്ട് കാണിച്ചു. അപ്പം ഞാൻ ഇവിടെ പോയപ്പോൾ എന്താണ് എനിക്കിവിടുത്തെ മീറ്റിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഐ കുഡിൻ ടോളറേറ്റ്. സോ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഫ്ലോറൻസിൻ്റെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ കുറേ സ്ട്രീറ്റ്സ് ഉണ്ട്, കുറേ ഇടവഴികളുണ്ട്. സോ എല്ലാ ഇടവഴികളും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. എല്ലാത്തിനും ഒരു പ്രത്യേകതരം ഭംഗി ഉണ്ടായിരുന്നു, എന്നാൽ വലുതായിട്ട് റിപ്പീറ്റേഷനും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫ്ലോറൻസിലുള്ള ഒരു പ്രത്യേകതയാണ് ഈ വൈൻ വിൻഡോസ്. സോ ഈ വൈൻ വിൻഡോസ് എന്താണെന്ന് വെച്ചാൽ
ഒരു സാധാരണ വിൻഡോ, അതിലൂടെ നമുക്ക് വൈൻ പാസ് ചെയ്ത് തരും. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ നോബിൾ ഫാമിലീസ് ഒക്കെയാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം നമ്മളെ പോലുള്ള ടൂറിസ്റ്റിനാണെങ്കിലും ഈ വൈൻ വിൻഡോസ് യൂസ് ചെയ്യാം. ഒന്നും വേണ്ട, ഈ കാണുന്ന വിൻഡോയിൽ ജസ്റ്റ് നോക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് പറയുക. സോ അത്രേ ഉള്ളൂ. ഇപ്പം നമ്മളൊക്കെ ഒരു മാർക്കറ്റ് പോകുമ്പോൾ എന്താ എക്സ്പെക്ട് ചെയ്യുക, അവിടെയൊക്കെ ഈ ഇറ്റാലിയൻസാണ് ഉണ്ടാവുക എന്നല്ലേ. പക്ഷെ ഇവിടെ മോസ്റ്റ്ലി ഉള്ളത് ഈ ബംഗ്ലാദേശീസും പാകിസ്ഥാനീസും ആണ്. പക്ഷെ ഈ സൈഡിൽ, നിങ്ങളിപ്പോൾ കാണുന്ന ഈ സൈഡിൽ ഉള്ളതാണ് ഇറ്റാലിയൻ ഷോപ്പ്. പക്ഷെ മറ്റേ മാർക്കറ്റിൽ, അതായത് മാർക്കറ്റോ ചെന്ത്രാല എന്ന് പറഞ്ഞില്ലേ, അവിടെ ഉണ്ടായിരുന്ന ഫുള്ളും ഈ ബംഗ്ലാദേശീസും പാകിസ്ഥാനീസും ഒക്യുപ്പൈ ചെയ്ത്, എനിക്കാണെങ്കിൽ ഒരു വൃത്തി അവിടെ തോന്നുന്നില്ല. ലൈക്ക് എങ്ങനെയാണോ അവരുടെയൊക്കെ കൺട്രീസ് ഉള്ളത് അതുപോലെ തന്നെ ഒരു ഇറ്റാലിയൻ ഫീൽ അവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ടു ബി ഓണസ്റ്റ്. അതിനുശേഷം ഞാൻ പോയത് എനിക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടമായ വേറൊരു സ്ഥലമാണ്. ദാറ്റ് ഈസ് ബൊബോലി ഗാർഡൻസ്. യൂഷ്വലി ഈ ഗാർഡൻസിലൊക്കെ എൻട്രീസ് ഫ്രീ ആണെങ്കിലും ബൊബോലി ഗാർഡൻസിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാനായിട്ട്. നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, വർത്ത് വിസിറ്റിംഗ് തന്നെ ഞാൻ വേണമെങ്കിൽ പറയും. അവിടുന്ന് നമുക്ക് പിറ്റി പാലസിലേക്കും പോകാൻ പറ്റും. സോ ഇത് രണ്ടും കണക്റ്റഡ് ആണ് കൈൻഡ് ഓഫ്. ദോ ഈ കാണുന്നതാണ് പിറ്റി പാലസ്. ആ സമയത്തുള്ള മെഡിച്ചി ഫാമിലി അവരുടെ വെൽത്ത് പ്രോസ്പെരിറ്റി ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലക്ഷൂറിയസ് ഗാർഡൻ ബിൽഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു ദിവസം ഞാൻ ആക്ച്വലി ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഞാൻ 18 കിലോമീറ്റേഴ്സ് എന്തോ ആണ് ഈ ഒരു സിംഗിൾ ഡേ നടന്നിട്ടുണ്ടായത്. ബട്ട് അത്ര നടന്നു എന്നുള്ളതൊന്നും നമുക്ക് തോന്നില്ല. വാച്ചിൽ കാണിക്കുമ്പോഴാണ് ഓ ഇത്ര കിലോമീറ്റർ ഞാൻ നടന്നോ എന്നുള്ളത് നമ്മൾ തന്നെ അറിയാം. ഈവനിങ് ആയപ്പോൾ ലൈക്ക് ഒരു സൺസെറ്റ് ഒക്കെ ആവാറായപ്പോൾ പിയാസാലെ മൈക്കലാഞ്ചലോയിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ നല്ലൊരു വ്യൂ ആയിരിക്കും. ആൻഡ് ഓൺ ദ വേ ഇതുപോലെ കുറേ ഗാർഡൻസ് ഉണ്ടായിരുന്നു. ഇതൊരു റോസ് ഗാർഡൻ ആണ്. അപ്പോൾ നമുക്കിങ്ങനെ അതൊരു വലിയൊരു കയറ്റാണ്. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ അവിടുത്തെ വ്യൂ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ പിയാസാലെ മൈക്കലാഞ്ചലോൻ്റെ അവിടെ ഒരു കഫേ ഉണ്ട്. ആ കഫേ ഈസ് വെരി ഫേമസ്. പിന്നെ ഫ്ലോറൻസ് എന്ന് പറയുന്നത് ജെലാത്തോൻ്റെ ബർത്ത് പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ജെലാത്തോ കഴിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ എനിക്കിങ്ങനെ ഞാനിവിടെ വന്നേ പിന്നെ ആക്ച്വലി തണുത്ത സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ല. കാരണം വിൻ്റർ ടൈമിലാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ലൈക്ക് എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത് ട്രാവലിംഗ് ആണ്, അപ്പോൾ എന്തെങ്കിലും പറ്റുമോ. പിന്നെ ഇവിടെ വന്നിട്ട് ജെലാത്തോ കഴിക്കാണ്ട് പിന്നെ പോകാനും പറ്റില്ല. സോ എനിക്ക് അതും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഈ കഫേയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ ജെലാത്തോ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒപ്പീനിയനിൽ ഫ്ലോറൻസ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലേസ് നിങ്ങൾ മിസ്സാക്കാനേ പാടില്ല, ഈ പിയാസാലെ മൈക്കലാഞ്ചലോ. കാരണം അവിടുന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്ലേസിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടും. ലൈക്ക് പ്രോബബ്ലി ഒരു 360 ഡിഗ്രി വ്യൂ എല്ലാം കണ്ടോ. നമ്മൾ കണ്ട ബ്രിഡ്ജ് ഉണ്ട് അവിടെ, ഡോമോ ചേർച്ച് ഉണ്ട്, അങ്ങനെ എല്ലാം ലൈക്ക് മൊത്തത്തിലുള്ള ഒരു അടിപൊളി വ്യൂ കിട്ടും. പിന്നെ അവിടെ തന്നെ അവരൊരു ടെലസ്കോപ്പ് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അതും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ടെലസ്കോപ്പ് കിട്ടിയത്. പക്ഷേ കണ്ടോ ഈ ഒരു കുട്ടി അപ്പം തന്നെ വന്നു. പിന്നെ ഞാൻ അധികം നിന്നില്ല, ആ കുട്ടിക്ക് കൊടുത്തു. ബട്ട് എനിക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റി. ആക്ച്വലി മഴയുടെ ഒരു സമയം ആയതുകൊണ്ട് തന്നെ സണ്ണൊന്നും ഉണ്ടായിരുന്നില്ല. സോ സൺസെറ്റ് അങ്ങനത്തെ പരിപാടികളൊന്നും കണ്ടില്ല. പക്ഷെ ആ ഒരു ടൈമിൽ നല്ലൊരു വ്യൂ ആയിരുന്നു, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴയില്ല, എന്നാൽ ആ ടെമ്പറേച്ചർ വൈസൊക്കെ നല്ലൊരു കോസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സംഭവം വൈബ് ഇഷ്ടപ്പെട്ടു അവിടെ മൊത്തത്തിൽ. എൻ്റെ ഫോണിൻ്റെ ചാർജും ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ജെലാത്തോയും കഴിച്ച് അങ്ങനെ ഞാൻ തിരിച്ചെൻ്റെ റൂമിൽ പോയി. സോ ഇത്രയൊക്കെ ഉള്ളൂ ഫ്ലോറൻസിലെ എൻ്റെ വിശേഷങ്ങൾ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.